ആശക്തി വൈഭവമീ മണ്ണിലെല്ലാരും നിശോകം വാഴ്ത്തുമാറായിടട്ടെ. സത്യം ജയിക്കട്ടെ, ധർമ്മം ജയിക്കട്ടെ. വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, നമ്മൾ ഇന്നിവിടെ നിങ്ങളെല്ലാം വിളിച്ചു വരുത്തിയിരിക്കുന്നത് ITI സ്കൂൾ തൃശ്ശൂർ ജില്ലാ ഓഫീസും തൃശ്ശൂർ ജില്ലാ പ്രസ് ക്ലബും കൂടി ചേർന്ന് അവധിക്കാലത്ത് കുട്ടികൾക്കായി നൽകുന്ന മീഡിയ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇനി പ്രധാനമായും ലക്ഷ്യമിടുന്നത് IT എനേബിൾഡ് എഡ്യൂക്കേഷനാണ്. എന്ന് വെച്ചാൽ വിവിധ വിഷയങ്ങൾ പഠിക്കുന്നതിന് IT ശേഷികൾ ആ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് എങ്ങനെ സഹായകരമായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിനുവേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളുകളിലേക്കെല്ലാം തന്നെ ICT പദ്ധതിയുടെ ഭാഗമായിട്ട് ഹാൻഡി ക്യാമ്പുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഒരു 2 വർഷത്തോളമായി ഇത് വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതിൻ്റെ ഉപയോഗം ഇപ്പോഴും വളരെ വളരെ പരിമിതമായിട്ടാണ് നടക്കുന്നത്. നമുക്ക് സ്കൂളുകളിൽ ഈ ഹാൻഡി ക്യാമ്പുകളെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി പഠന വിഭവങ്ങൾ ഒരുക്കിയെടുക്കാനും വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്കും കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നതിലും മാധ്യമപ്രവർത്തന വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ള നിരവധി ബാലപാഠങ്ങൾ അക്വയർ ചെയ്യാനും കഴിയും. തുടർന്ന് ക്ലാസ് എടുക്കുന്നതിനും ജോയിൻ മണ്ണുറവുകളെ ഞാൻ ക്ഷണിച്ചു. ശില്പശാലയിൽ അധ്യക്ഷത വഹിക്കുന്ന ശശിമാൻ, ശില്പശാലയുടെ ജനറൽ കൺവീനർ, നേരത്തെ പദ്ധതികളെ 2 ദിവസത്തെ പരിപാടികൾ വിശദീകരിച്ച രാധാകൃഷ്ണൻ മാഷ്, മജീദ്, മറ്റ് അധ്യാപക സാരഥികളെ, പ്രിയപ്പെട്ട കുട്ടികൾ, തൃശ്ശൂർ പ്രസ് ക്ലബിൻ്റെ സഹകരണത്തോടുകൂടി തൃശ്ശൂരിലെ IT ആക്ട് സ്കൂൾ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ മാധ്യമ ശില്പശാലയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഒരു ഉദ്ഘാടന പ്രസംഗത്തിനേക്കാൾ ഉപരി നിങ്ങൾ ആഗ്രഹിക്കുക ഏതാനും മാധ്യമ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഒരു റിപ്പോർട്ടറെ കുറിച്ച്, ഒരു എഡിറ്ററെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ അറിയാവുന്ന ഒരു ക്ലാസ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. CPM-നെതിരായിരിക്കാം പലപ്പോഴും പറയാം, പക്ഷെ വാർത്തകൾ ദേശാഭിമാനിയിൽ വരും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള റിപ്പോർട്ടർമാരും ഉണ്ട്, അത്രയധികം സത്യസന്ധമായ റിപ്പോർട്ടർമാരുണ്ട്. അതോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർക്കും അദ്ദേഹത്തെ പോലെയുള്ള ഒരു അനുഭവമാണോ ലഭിക്കുക? ദേശാഭിമാനി രാമകൃഷ്ണപിള്ള കേരളത്തിലെ മീഡിയ പ്രവർത്തകർക്ക് മുഴുവൻ മാതൃകയാണ്, മാധ്യമങ്ങൾക്ക് മുഴുവൻ മാതൃകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നാടുകടത്തപ്പെട്ടതിൻ്റെ 100ാം വാർഷികം വളരെ വ്യത്യസ്തമായ പരിപാടികളോടെ കേരളം ഒട്ടാകെ ആചരിക്കുന്നു. സർക്കാരും PRDയും കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയനും ചേർന്ന് വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കും. കണ്ടക്ടറൊന്നും നോക്കി നമ്മളെ വിളിച്ച് എൻ്റെ പടവും ഇത് നോക്കി എവിടെ വേണേലും എനിക്ക് വേണമെങ്കിൽ ബാംഗ്ലൂർ പോകണം, KSRTC വണ്ടി, DLX വണ്ടി, നമ്മളത് പൈസയും കൊടുക്കണ്ടാവും. അക്രഡിറ്റ് ബസ് പാസ് ഉള്ളത് ഇത് ഗവൺമെൻറ് തരുന്നതാണ്. അക്രഡിറ്റ് ബസ് പാസ് കിട്ടിയവർക്ക് KSRTC തരുന്ന പാസ്സാണ്. ഈ പാസ് നമുക്ക് എവിടെ വേണേലും ഒരു ദിവസം ഒരു 50 യാത്ര ചെയ്യണം, ചെയ്യാം. പത്രങ്ങളൊക്കെ അച്ചടിച്ച് തുടങ്ങിയിരുന്നു. അപ്പൊ ഞങ്ങളുടെ പത്രം വായിക്കാനുള്ള ഒരു ലെവലാകുമ്പോഴേക്കൊക്കെ ദേശാഭിമാനി, മലയാള മനോരമ തുടങ്ങിയ പത്രങ്ങളൊക്കെയാണ് ഞങ്ങൾ കണ്ടു തുടങ്ങിയത്.
അപ്പൊ ഈ പണ്ടത്തെ പത്രങ്ങളിൽ ഇന്നത്തെ പത്രങ്ങൾക്കൊന്നും മാറ്റങ്ങൾ മാസത്തിൽ ഞാൻ ആ പഴയ പത്രങ്ങളുടെ കുറെ ബുക്കുകൾ കൊണ്ടുവരേണ്ടതാണ്. അതിന്റെ ചില ഞാനത് എന്റെ വളരെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നമുക്കറിയാം പണ്ട് തന്നെയുള്ള നമ്മുടെ പുസ്തകങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിലെ ഭാഷകൾ തന്നെ വളരെ വ്യത്യാസമുണ്ട്. മലയാളം പ്രിന്റ് നമ്മുടെ ഭാഷയിൽ തന്നെ വലിയ വിപ്ലവം ഉണ്ടാക്കിയൊരിതാണ് പത്രങ്ങൾ. പത്രങ്ങളുടെ ഭാഷ തന്നെ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം മുമ്പത്തെ ഭാഷ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് വളരെ മാറിയിരിക്കും. കാരണം ഓരോ തവണത്തെ പിന്നെ ഏറ്റവും വലിയ മാറ്റം ഉണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞു, IT രംഗത്തൊക്കെ ഉണ്ടായ മാറ്റം, DGPയുടെ ഒക്കെ വന്നുള്ള മാറ്റം. പണ്ട് നമുക്കറിയാം പത്രം അടിക്കുന്നത് അന്നൊക്കെ കല്ലച്ച, ഈ പ്രിന്റ് പ്രസ് എന്ന് പറയുന്നത് ഓരോ അക്ഷരവും അതിന്റെ പ്രസ്സിലെ ജീവനക്കാരൻ എടുത്തു വെക്കുക. അപ്പൊ ആന്ന് എഴുതി കഴിഞ്ഞാൽ അതിനൊരു അച്ചുണ്ട്. ആ അച്ച് എടുത്തു വെച്ച് അതിനൊരു സമയമുണ്ട്. ഇത്രയും സമയമൊന്നും പോരാ. എന്നിട്ട് ഇത് ഒരു പേജ് നമ്മുടെ കല്ലച്ച് വെച്ച് ഒരു പേജിന്റെ എടുത്ത് വരണമെങ്കിൽ അത്രയും സമയമെടുക്കും. എന്നിട്ട് ഇവരെ എല്ലാം കട്ടയിട്ട് മുറുക്കി അതിന്റെ ഒരു അച്ചാക്കി അത് വേണം അടിക്കാൻ. നമ്മുടെ സ്കൂളിൽ ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. എത്തണം അല്ലേ? അവിടേക്ക് എത്തണം. അതാണ് ഇപ്പൊ നമ്മൾ ഈ പ്രത്യേക ക്ലാസ്സിന്റെ നിങ്ങളെന്ത് പ്രതീക്ഷിക്കാതിരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഒരു മാധ്യമം എന്ന് പറയുമ്പോൾ കുറച്ച് ചരിത്രം അറിയണം നമുക്ക്. അത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പാലിക്കേണ്ട കുറെ മര്യാദകളുണ്ട്, അതറിയണം. ഇവിടെ സാറ് പറഞ്ഞ ആ റെസ്ട്രിക്ഷൻ ഒന്നും നമുക്കില്ല അല്ലേ? നമുക്ക് തോന്നാം സദാശിവമാനി രാമകൃഷ്ണപിള്ളമാരോട് ആവണം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ആവാൻ പറ്റുമോ? ഇപ്പൊ പറ്റും. സാറിന് ഒരു പക്ഷെ ആവാൻ പറ്റുന്നില്ല. കാരണം സാറിന്റെ പത്രത്തിനോടൊപ്പം പറയും അതിപ്പോ പ്രസിദ്ധീകരിക്കേണ്ട പറയും. അപ്പൊ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? പക്ഷെ നമുക്ക് പറ്റും. കുട്ടികൾ എന്ന നിലയ്ക്ക് നമുക്ക് സാമൂഹിക പ്രാധാന്യമുള്ള വാർത്തകൾ നമ്മുടെ സ്കൂളിന്റെ ചുറ്റുഭാഗത്ത്, നമ്മുടെ സ്കൂളിൽ നമ്മുടെ സുഹൃത്തുക്കൾ അറിയേണ്ട വാർത്തകൾ ഇതിലേക്ക് ഒരു മാധ്യമത്തിലൂടെ, ഒരു ന്യൂസ് പേജിലൂടെ പുറത്തു കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ നേടണം. എന്തായാലും സാറിൽ നിന്ന് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പത്രങ്ങളുടെ ചരിത്രവും അടക്കം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി സാറിന്റെ ക്ലാസ്സിൽ നന്ദി പറയാനായിട്ട് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വന്ന് ഞങ്ങൾക്ക് വേണ്ടി 40ഓളം വിദ്യാർത്ഥികൾ ഞങ്ങളിവിടെ ഉണ്ട്. അവിടെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും നല്ല അറിവ് പകർന്നു തന്ന സാറിന് ഞങ്ങൾ അംഗീകരിക്കുന്നു. വിദ്യാർത്ഥികളും ഇതേപോലെ തന്നെ ഇന്ന് നിങ്ങൾ തയ്യാറാക്കാൻ സാർ പറഞ്ഞ ന്യൂസ് നാളെ നിങ്ങൾ വീണ്ടും ഇതേപോലെ ഒരു ഗ്രൂപ്പായി ചർച്ച ചെയ്തിട്ട് അവതരിപ്പിക്കുന്നു. അപ്പോഴും വേറെ 2 പേരും ഇപ്പൊ നിങ്ങൾ 1 എന്ന് പറഞ്ഞത് എല്ലാവരും കൂടി ഗ്രൂപ്പാവും. ആ പെഷവാറിൽ US എംബസിക്ക് നേരെ ആക്രമണം. 2 വാഹനങ്ങളിലായി വന്ന ആക്രമികൾ വെടിയുതിർത്തിന് പുറമെ ഇവിടെ 5 സ്ഫോടനങ്ങൾ നടന്നു. ആക്രമണങ്ങൾക്ക് താലിബാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഞാനിപ്പോ ഈ സാറിനെ നോക്കി അതൊരു ഫോട്ടോയാണ്, ഈ കുട്ടിയെ നോക്കി അതൊരു ഫോട്ടോയാണ്. അപ്പൊ നമ്മൾ കാണുന്നതെല്ലാം ഓരോ ഫോട്ടോയായിട്ട് നമ്മൾ മെമ്മറിയിലേക്ക് വിടുകയും ചെയ്യും. ഇനി ഇതിന് ക്യാമറയ്ക്കുള്ള ഒരു ഷട്ടർ നമ്മുടെ കണ്ണിനുമുണ്ട്. നമ്മൾ അടക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക്. നിങ്ങൾ വർത്താനമൊക്കെ പറയണം കേട്ടോ എന്നോട്. എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എടുത്തിട്ടാണ് നമ്മുടെ ആംഗിളിന്റെ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ സ്ത്രീകൾ തെങ്ങുകയറ്റം പരിശീലിക്കുന്ന ചിത്രമാണ്. ഈ ചിത്രം നമുക്ക് താഴെ നിന്ന് എടുക്കാൻ വരുന്നു. ഇവര് നമ്മുടെ ഹൈ റോഡില് ഉള്ളതാണ്. ഒരു ഹർത്താൽ ദിനത്തില് ശവപ്പെട്ടിയുടെ റോഡിൽ ഉണങ്ങാൻ വെക്കുന്ന ദൃശ്യമാണ്. സ്കൂളിലെ പ്രധാന അധ്യാപകൻ വാഹനാപകടത്തിൽ മരിച്ചപ്പോൾ ആ ക്ലാസ്സിൽ ഇരുന്ന് കരയുന്ന കുട്ടികളുടെ ചിത്രമാണ്. ഇത്തരം ചിത്രങ്ങളാണ് നമ്മൾ പലപ്പോഴും ആൾക്കാരെ വേദനിപ്പിക്കാതെ എടുക്കേണ്ടതായി വരുന്നത്. വീട്ടിൽ പോകണ്ടല്ലേ നമുക്ക് നന്ദി രേഖ